സ്വയം കൃതാനർത്ഥം കേട്ടിട്ടുണ്ടോ ആ വാക്ക്? മലയാളം ഭയങ്കര എന്താ പറയുക, അത്ര നന്നായി അറിയാത്തവർക്ക് ആ വാക്ക് അത്ര പരിചിതമായിരിക്കില്ല. എന്നാലും എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ഒരാളിത് പറയുന്ന കേട്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. സ്വയം കൃതാനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അത് നമുക്ക് തന്നെ അനർത്ഥമായി മാറുന്ന ഒരു സംഭവം, അതാണ് സ്വയം കൃതാനർത്ഥം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചില യൂട്യൂബേഴ്സിന് സംഭവിക്കുന്ന ഒരവസ്ഥ, അത് സ്വയംകൃതാനർത്ഥം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. വേറെ ആരുമല്ല, ഈ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, അവരാണ് മിക്കവാറും സ്വയംകൃതാനർത്ഥത്തിൽ ചെന്ന് ചാടുന്ന മനുഷ്യർ. ഞാനങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒത്തിരി ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ വ്ളോഗ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഞാനെപ്പോഴും വിചാരിക്കും, ഇവർക്ക് ഡെയിലി എന്താ കണ്ടന്റ് കിട്ടുക? ഇത് തന്നെ, നമ്മൾ രാവിലെ എണീക്കുന്നു, കുട്ടികളെ വിളിച്ചെണീപ്പിക്കുന്നു, ഹസ്ബൻഡിനെ വിളിച്ചെണീപ്പിക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, ഔട്ടിങ്ങിന് പോകുന്നു, ചില സമയങ്ങളിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, അതായത് ഒരുപാടങ്ങ് വലിയ ഏജിലോട്ടൊന്നും എത്തിയിട്ടുമില്ല, എന്നാലൊരു 30 ഒക്കെ കഴിഞ്ഞവരുമായിരിക്കാം. കാരണം എന്താ വെച്ചാൽ, അതായത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജോലിക്കൊന്നും പോകുന്നവരായിരിക്കില്ല. അപ്പോൾ അവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രേക്ഷകർ. പണ്ട് കാലത്ത് സീരിയൽ കാണുന്ന അതേ ഒരു ലാഘവത്തോടെയാണ് അവർ ഈ വ്ളോഗും കാണുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോഴാണെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഗർഭമാണ്. എല്ലാ ഫാമിലി വ്ളോഗേഴ്സും പ്രഗ്നൻ്റ് ആവുന്നതും ടെസ്റ്റ് മറ്റേ കിറ്റ് മേടിച്ചുകൊണ്ട് വരുന്നതും അത് പരിശോധിക്കുന്നതും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെയാണ് കണ്ടൻ്റായിട്ട് വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനും ഇത് കാണുന്ന ആളല്ലേ അതുകൊണ്ടല്ലേ പറയുന്നതെന്ന്. അങ്ങനെയല്ല, എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ എനിക്ക് അധികം പരിചയമില്ല. പക്ഷേ ഇവരുടെ വീഡിയോസ് എന്നിലെത്തുന്നത് ഈ പറഞ്ഞ സ്വയംകൃതാനർത്ഥം കൊണ്ട് അവരുടെ ചില സംഭവങ്ങൾ വൈറലാവും. അങ്ങനെയുള്ളത് ആണ് നമ്മളിലോട്ടും കൂടി എത്തുന്നത്. അപ്പം അതിൽ കാണുന്ന മിക്കവാറും എന്താ സംഭവിക്കും, ഇവർ കരഞ്ഞിട്ട് വീഡിയോ ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഭയങ്കര സന്തോഷത്തിലേക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സാധനം ജനങ്ങളുടെ ഇടയിലേക്ക് വരും, അവരതിനെ റിയാക്ട് ചെയ്യും, ഇവർ കരയും. ഈ കരഞ്ഞിട്ടുള്ള വീഡിയോ, അങ്ങനത്തെ വീഡിയോകളാണ് എന്താ പറയുക, അതിന് ഒരുപാട് റീച്ച് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേരിലേക്കും സജഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ട ഒരു 3-4 പേരുടെ ഉദാഹരണം പറയാം. ഇപ്പം ഒരു ലേഡി ഉണ്ട്, അവരിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയുന്നതിന് ആ ഇഷ്യൂ ഉണ്ടായതിന് ശേഷമാണ് ഓണത്തോടനുബന്ധിച്ച് ഈ ലേഡിയും 2 പെൺകുട്ടികളും ഇവരുടെ ഹസ്ബൻഡ് പുറത്തെവിടെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൂയിസൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് ഇവർ വീഡിയോ ഇട്ടതും, അപ്പം ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, ഭർത്താവ് മരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടു, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കമൻറ്റ് അതിൻ്റെ നേരെ ഉണ്ടാവുന്നു, അതിന് ഇവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഫൈനലി എന്താ സംഭവിക്കുന്നത്, ഇവർ വന്നിട്ട് ഈ വീഡിയോയുടെ മുമ്പിലിരുന്ന് പറയേണ്ട അവസ്ഥയാണ്, എൻ്റെ വീട്ടിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ ഭർത്താവ് ൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരുന്നു, അയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരാളായിരുന്നു. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇത്ര രൂപയാണ്. അതായത് അത്രയും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇത് വന്നെത്തുന്നത്. അപ്പോൾ ഞാൻ ഓർക്കും, എന്തിനാണ് ഇത്രയധികം ഇതെല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ, നമ്മൾ മാത്രം അറിയേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ. വേറൊരു ഫാമിലി വ്ളോഗറായിരുന്നു പ്രണവ് പ്രവീൺ. ഈ അടുത്ത് അത് ഭയങ്കര വൈറലായ സംഭവമാണ്. ഏട്ടനും അനിയനും കൂടി പ്രശ്നമാവുന്നു, ഏട്ടനും ഭാര്യയും മാറി താമസിക്കുന്നു, അവർ പ്രസവത്തിന് ഒറ്റയ്ക്ക് പോകുന്നു, പ്രസവം കഴിയുന്നു, വരുന്നു. അപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ ഒരാൾ വയ്യാതാവുകയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഫോൺ ഓണാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് എനിക്ക് അതിശയമാണ്. അതായത് എനിക്കത് പറ്റത്തില്ല. ആ ലേഡി പ്രസവത്തിൻ്റെ ഒരു സമയമായി, വാട്ടർ ബ്രേക്കായി, ആ പോകാൻ നിൽക്കുന്ന തിരക്കിൽ ഇവർ വീഡിയോ എടുത്തിട്ട് ഇടുവാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനത്തെ കുറേ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്തിനാണ്? പിന്നെ ഇപ്പോൾ നമ്മൾ സീരിയൽ സിനിമയിലൊക്കെ ഇത് കാണുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ആൾക്കാർ അഭിനയിക്കുന്നവർ ഓരോ കഥാപാത്രങ്ങളാണ്, അതാണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ റിയൽ ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ തന്നെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത്രയും അങ്ങ് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്.
പിന്നെ ഇപ്പം അടുത്ത് സംഭവിച്ചത് ഇതേപോലെ ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഈ കുട്ടി, അതായത് ഇയാളുടെ ഭാര്യ ഒട്ടും പ്രിപ്പയർഡ് അല്ല, സെക്കൻഡ് ബേബിക്ക് ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല. ഇതെല്ലാം ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് കണ്ടപ്പോൾ അവർക്ക് സങ്കടവും വിഷമോ അല്ല എക്സൈറ്റ്മെൻറ്റോ, അല്ലെങ്കിൽ മൂത്ത കുട്ടി ചെറുതല്ലേ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ എന്നൊക്കെയുള്ള പല പല എന്താ പറയുക ഇമോഷൻസ് വന്നിട്ട് അവർ കരഞ്ഞു. ആ കരഞ്ഞ വീഡിയോ അവർ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ റിയാക്ഷൻസ് വന്നു. നിങ്ങൾക്ക് അതിൻ്റെ തംബ്നെയിലാണ് ഏറ്റവും സ്ട്രൈക്കിങ് ഓരോരുത്തർ ഇടുന്നത്, അൺവാണ്ടഡ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തംബ്നെയിൽ അവർക്ക് തോന്നുന്ന പോലെയാണ്, റിയാക്ട് ചെയ്യുന്നവർ അവർക്ക് തോന്നുന്ന പോലെയാണ് തംബ്നെയിൽ ഇടുക. അപ്പം ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ അതിന് കുറേ പേര് ഇവരെ ചീത്ത വിളിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കുക, അവർ പറയുന്നത് ലാസ്റ്റ്. ഒരുപാട് മോശം രീതിയിലുള്ള ഒരു പെണ്ണിനെ എത്രമാത്രം മോശമായിട്ട് പറയാമോ, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി എത്രമാത്രം മോശമായിട്ട് പറയാമോ, ആ രീതിയിലുള്ള കമൻസുകൾ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് വന്നു. അതിൽ ട്രോളൊക്കെ ഉണ്ട്, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അത് ഹെൽത്തി ആയിട്ടുള്ള ട്രോളാണ്. പിന്നെ റിയാക്ഷൻസ് വീഡിയോ പലതും ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് 1-2 റീൽസും ഷോർട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ, വളരെ മോശം എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും എന്നെയും അച്ചുവിനെയും എൻ്റെ മൂത്ത കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലീവിങ് വീഡിയോ ഇട്ട സമയത്ത് അച്ചു കരയുന്ന പോർഷൻ ആ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ അച്ചു കരയുന്ന പോർഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റിൽ അവൾ വളരെ ഹാപ്പി ആയിട്ട് കൂട്ടുകാരടുത്ത് പ്രഗ്നൻ്റ് ആണ് എന്ന് വീഡിയോ കോൾ വരെ ചെയ്ത് എല്ലായിടത്തും പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന പോർഷൻസൊക്കെ നല്ല വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അവൾ കരഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാനും കൊച്ചും അച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അടുപ്പിച്ച് പിന്നെ ഒരു 1.25 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഫീഡിങ് നിർത്തണമല്ലോ, പിന്നെ എല്ലാം നോക്കണമല്ലോ, എല്ലാം മാനേജബിളായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യും, ഇനിയിപ്പം ഞാനൊരു ഛർദ്ദിക്കും, എനിക്ക് മെൻ്റലി പല പല പ്രശ്നങ്ങൾ വരും, അപ്പോൾ ഞാൻ ഈ ചിലപ്പോൾ ഒരു ക്ഷീണം വരും, അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ അവൾ പെട്ടെന്ന് ഈ സ്ലിപ്പിൽ 2 ലൈൻ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അവൾ വിഷമം വന്നുപോയി. അത് ഒരു 2-3 മിനിറ്റത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു ദിവസമായത്. മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അച്ഛന് പെട്ടെന്ന് രാത്രി പ്രഷർ കൂടി, രാത്രി 2 മണിയായപ്പോഴത്തേക്ക് പ്രഷർ കൂടി, എല്ലാം ആലോചിച്ചിരുന്ന് കരഞ്ഞ് പ്രഷർ കൂടി, ഹോസ്പിറ്റലിൽ പോയി പ്രഷറൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്തെങ്കിലും പറ്റുമോ, ഇവിടെ കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്തെങ്കിലും പറ്റുമോ ദൈവമേ, എന്തെങ്കിലും എൻ്റെ വൈഫിനായി പോവോ, അല്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആയി പോവോ. ആ ഒരു ഒറ്റ നിമിഷം ഞാൻ ആലോചിച്ച് യൂട്യൂബോടെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നൊരു ആലോചിച്ച്. കാരണം അത്രയ്ക്ക് ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവളുടെ ഫീലിങ്സ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്രമാത്രം പറയണമെന്ന് നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും, അവളൊരു ഫീലിങ്സ് എങ്ങനെയായിരിക്കും. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബേബി ഒരിക്കലും, എൻ്റെ അല്ല, ഞങ്ങളുടെ ബേബി, ഞങ്ങളുടെ 3 പേരുടെയും ബേബി ഒരിക്കലും അൺവാണ്ടഡ് അല്ല. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ് അൺഎക്സ്പെക്റ്റഡ് ആണ്, പക്ഷെ ഒരിക്കലും അൺവാണ്ടഡ് അല്ല. സോ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള റിയാക്ഷൻസ്, ഒരിക്കലും എൻ്റെ ബേബി അൺവാണ്ടഡ് ആയതുകൊണ്ടോ എനിക്ക് വേണ്ടെന്നുണ്ടോ സ്ത്രീകൾ വരെ അത് മനസ്സിലാക്കാതെ കമന്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയെങ്കിലും ഇങ്ങനത്തെ റിയാക്ഷൻസ് കമന്റ്സുകളും ഒഴിവാക്കുക പ്ലീസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ അവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ
ഈ പ്രഗ്നൻ്റ് ലേഡിയുടെയും കുട്ടിയുടെയും മാനസികവും ശാരീരികവും എല്ലാം ആയ അവസ്ഥകൾ ഏറ്റവും ബെറ്ററായിട്ട് വയ്ക്കേണ്ടതും ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ തന്നെ ചെയ്തു വെച്ച ഓരോ കാര്യം കൊണ്ട് ഇത്രയും വലിയ പ്രഷറിലോട്ട് ചെന്നെത്തുന്നത്. വലിയ ടെൻഷനുകളാണ്. അപ്പോൾ ആ ടെൻഷൻ ഇവർക്ക് കൊടുക്കാൻ, അതായത് ആ ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് തന്നെ നിങ്ങൾ തന്നെ ഒരു കാരണമാണ്. ഏറ്റവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കേണ്ട സമയത്ത് ഈ ആൾക്കാർ അവർ പറയും. കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് അവരിങ്ങനെ കാണുന്ന കുറേ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരിത് മറ്റുള്ളവർക്ക് എങ്ങനെ വേദനിക്കോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമൊന്നുമില്ല. അവർക്ക് തോന്നുന്ന പോലെ കമൻ്റ് ഇടും, തോന്നുന്ന പോലെ ചെയ്യും. അപ്പോൾ അതിന് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ മാതിരി കണ്ടൻ്റ് എല്ലാം ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യുക. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ വേണം, ഏതൊക്കെ ഭാഗം വെക്കണ്ട എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ എന്താ പറയുക ബുള്ളിങ്ങിലേക്ക് പോവാതിരിക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും ഫാമിലി വ്ളോഗേഴ്സിന് ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതുകൂടാതെ ഇപ്പോൾ അടുത്ത ഒരു പ്രഗ്നൻസി കേസ് വരുന്നുണ്ട്, കാണാം. ഇനിയിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സും അവരെ ഫോളോ ചെയ്യുന്നവരൊക്കെ. അപ്പോൾ പേളിമാണിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പേളിമാണിയുടെയും ചാനൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷേ ആ മോളുണ്ടല്ലോ നില, ആ കുട്ടിയുടെ ചില പാട്ടും വർത്താനവും ഒക്കെ കേൾക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, അല്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കണ്ടുകൊണ്ടേ അപ്പം എനിക്ക് തോന്നി ഇതിനെയല്ലേ സ്വയംകൃതാനർത്ഥം എന്ന് പറയണമെന്ന് തോന്നി. പെട്ടെന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഈ ഒരു വാക്കാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അതോട് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.